ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി സെറ്റപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മുടെ ഫോണിൽ നമ്മൾ അലാറം എടുക്കണമെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ ചെയ്യണം. നമ്മൾ അലാറം എടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ മെനു എടുക്കണം. മെനു എടുത്തിട്ട് ക്ലോക്ക് എടുക്കണം. എവിടെ ക്ലോക്ക്? ക്ലോക്ക് തപ്പിത്തരഞ്ഞ് ക്ലോക്ക് എടുത്ത് ക്ലോക്ക് എവിടെ? ക്ലോക്ക് നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കണം അല്ലേ? ക്ലോക്ക് കിട്ടി. അപ്പോൾ ഇതിൽ നമ്മൾ അലാറം സെറ്റ് ചെയ്യണം. ഏത് സമയമാണെന്ന് വെച്ചാൽ ആ സമയം. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ജിമെയിൽ ഓപ്പൺ ആക്കണമെങ്കിൽ അങ്ങനെയൊക്കെ എന്ത് ചെയ്യണമെങ്കിൽ നമ്മളിത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണം വേണ്ടേ. പക്ഷേ അതൊന്നും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഫോണിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആക്കി തരും. അലാറം എത്ര മണിക്കാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് തരും. അങ്ങനെ നമ്മുടെ ഫോണിൽ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ജസ്റ്റ് നമ്മൾ ഫോണിനോട് ഇങ്ങനെ പറഞ്ഞാൽ മതി, അത് നമുക്ക് സെറ്റാക്കി തരും. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതാണ് ജെമിനി ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ്. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റാക്കുക എന്ന് നോക്കാം. നമ്മുടെ മലയാളത്തിലുള്ള ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോർ എടുക്കുക. ജെമിനി ആപ്പ് നിങ്ങൾ ഇതിലില്ലെങ്കിൽ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തിട്ട് ജെമിനി ആപ്പ് എന്നൊരു ആപ്പുണ്ട്, ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് ജസ്റ്റ് എല്ലാത്തിനും അലോ കൊടുക്കുക. അലോ കൊടുത്തിട്ട് നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ ആപ്പിൻ്റെ എന്താ പറയുക, ലാംഗ്വേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റുകളല്ല, ആ അടിയിൽ ക്രമീകരണം, അതായത് സെറ്റിങ്സ്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഭാഷകൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ലാംഗ്വേജ് എന്നായിരിക്കും ഇംഗ്ലീഷ് ആണെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ ഭാഷകൾ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഭാഷ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യും. അത്രയും ചെയ്താൽ മതി. പിന്നെ ലോക്ക് സ്ക്രീനിൽ ജെമിനി ആപ്പ് വേണമെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. അൺലോക്ക് ചെയ്യാതെ തന്നെ കോളുകൾ ചെയ്യൂ, സന്ദേശങ്ങളയക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും നമ്മൾ അലോ കൊടുത്തു കഴിഞ്ഞാൽ, ഇത് സംഭവം തേർഡ് പാർട്ടി ആപ്പൊന്നുമല്ല കേട്ടോ. ഇതിൽ അലോ കൊടുത്തു എന്ന് വെച്ച് നമുക്കൊന്നും പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ വോയിസ് നമ്മൾ കറക്റ്റ് ആക്കണം. അതായത് നമ്മുടെ വോയിസ് ഇതിൽ സെറ്റാക്കി വെക്കണം. നമ്മുടെ വോയിസ് ഈ ഗൂഗിളിന് കൺഫേം ആക്കണം. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനാണിത്. ഒരു നിമിഷം കാത്തിരിക്കൂ. ഇതിൽ നമുക്ക് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് വരും. അത് നമ്മൾ ഗൂഗിളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശബ്ദം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, സേവ് ആക്കാൻ പറ്റും. സേവ് ആക്കുക എന്ന് പറഞ്ഞാൽ അവർ അത് സേവാക്കി വെക്കും. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അതവർ മനസ്സിലാക്കും നമ്മൾ തന്നെയാണ് പറയുന്നതെന്ന്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് അഗ്രി കൊടുക്കുക. അഗ്രി കൊടുത്തിട്ട് വീണ്ടും ഒരു അഗ്രി കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതേപോലെ, ഇതിപ്പോൾ ഞാൻ ആൾറെഡി റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഗൂഗിൾ ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ അത് കറക്റ്റായിട്ട് വായിക്കുക. അത് വായിച്ചു കഴിഞ്ഞാൽ നന്ദിക്കുറിപ്പ് എഴുതാൻ എന്നെ സഹായിക്കും, അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇത് വരും. അങ്ങനെ ഒരു 5 എണ്ണം വരും. ഇങ്ങനെ 5 എണ്ണം അക്സെപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വോയിസ് അവിടെ കൺഫേമായി, നമ്മുടെ വോയിസ് അവർ സേവാക്കി എന്നാണ്. ഓക്കെ. അങ്ങനെ സേവാക്കി കഴിഞ്ഞാൽ എല്ലാം ശരിയായി. പിന്നെ അവിടെ ടിക്ക് വരും. നമ്മളെ വോയിസ് ഒരു 5 ക്വസ്റ്റ്യൻ അല്ല, 5 വാക്കുകളുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് വായിച്ചു കൊടുക്കുക. ആ വായിച്ചു കൊടുക്കുമ്പോൾ ഓക്കെ ഗൂഗിൾ എന്നുള്ളത് നമ്മൾ ചേർക്കണം കേട്ടോ, എന്നാലാണിത് സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് സ്റ്റാർട്ട് ഓഡിയോ കൊടുക്കുക. സ്റ്റാർട്ട് ഓഡിയോ കൊടുത്ത് അഗ്രി കൊടുത്തിട്ട് അപ്പോൾ അത് ഓക്കെ ആയി, അക്സെപ്റ്റായി. ഇനി നമുക്ക് ഈ വോയിസ് വേണ്ടെന്നെങ്കിൽ റിമൂവ് വോയിസ് മാച്ച് ഫ്രം ആൾ മൈ ഡിവൈസ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ വോയിസ് റിമൂവ് ആക്കാൻ പറ്റും, പറയാം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോണിനോട് പറഞ്ഞാൽ തന്നെ ഗൂഗിൾ മനസ്സിലാക്കും നമ്മളാണ് പറയുന്നത്, നമ്മളെന്താണ് പറയുന്നതെന്ന്. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ് തന്നെ ഹേ ഗൂഗിൾ അലാറം സജ്ജാക്കാമോ, അങ്ങനെ ജസ്റ്റ് ഹേ ഗൂഗിൾ സ്റ്റാർട്ട് ചെയ്യണം. തീർച്ചയായും എത്ര സമയത്തിന് അലാറം സജ്ജമാക്കണം? ഗൂഗിൾ 5 മണിക്കുള്ള അലാറം ഓഫ് ആക്കാമോ?
5 മണിക്ക് സജ്ജീകരിച്ചിരിക്കുന്ന അലാറം ഓഫാക്കി. ഹേ ഗൂഗിൾ, യൂട്യൂബ് ഓപ്പൺ ചെയ്യാമോ? തീർച്ചയായും യൂട്യൂബ് തുറക്കുന്നു. ഹേ ഗൂഗിൾ, എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാമോ? തീർച്ചയായും ഫേസ്ബുക്ക് തുറക്കുന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് പറഞ്ഞാലും ഗൂഗിള് അതനുസരിക്കും നമ്മുടെ ഫോണിൽ അത് ചെയ്തു തരും. അതാണ് ഈ സെറ്റപ്പ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഈ ജസ്റ്റ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ഫോണിൽ പറ്റുന്ന എന്ത് കേട്ടോ. അപ്പോൾ ഹേ ഗൂഗിൾ, എൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓണാക്കാമോ? സെറ്റിങ്സ് ഓപ്പണായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ഹേ ഗൂഗിൾ എന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.